താമ്പർത്ത് ഫാംസിന്റെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് ഫാമിലുള്ള നീലക്കൂവ പറിച്ചെടുക്കുന്നതാണ്. ഞങ്ങളുടെ തോട്ടത്തിലാണ് നീലക്കൂവ നട്ടിട്ടുള്ളത്. 2 സ്ഥലത്താണ് നീലക്കൂവ ഉള്ളത്. ഇതിലെ ചെടികളെല്ലാം ഇപ്പം മൂപ്പായ സമയത്ത് നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ കൂവ നമുക്ക് ഇങ്ങനെ മേലെ തന്നെ പൊന്തി നിൽക്കുന്നത് കാണാം. മറ്റൊരു സ്ഥലത്തും ഇതുപോലെ തന്നെ കൂവയുണ്ട്. 2 ഭാഗത്തായിട്ടാണ് കൂവ നട്ടിട്ടുള്ളത്. ഈ കൂവ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഏകദേശം 2 ചൂടോളേ ഉള്ളൂ നമ്മുടെ തോട്ടത്തില്. വെള്ളക്കൂവയെ പോലെയല്ല നീലക്കൂവ. നീലക്കൂവയ്ക്ക് കുറച്ചും കൂടി ആയുർവേദ ഗുണം കൂടുതലാണ്. അതുകൊണ്ട് വീട്ടിലൊരു ആവശ്യത്തിന് എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ കൂവ ചെയ്തിട്ടുള്ളത്. നീലക്കൂവ കളയ്ക്കുമ്പോഴേ നല്ല സ്മെല്ലാണ്. കസ്തൂരി മഞ്ഞളിൻ്റെ ഒക്കെ ഒരു ഇനത്തിൽപ്പെട്ടതാണ് നീലക്കൂവ. അതുപോലെ തന്നെ നല്ല സ്മെല്ലാണ്. നമ്മൾ കുഴിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള സ്മെല്ല് കിട്ടുന്നുണ്ട്. വെള്ളക്കൂവയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നീലക്കൂവ ഉള്ളത്. പക്ഷെ നമ്മൾ ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാണ് നീലക്കൂവ ഉള്ളത്. നമ്മൾ മഞ്ഞളിന് നടാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ തള്ളയുണ്ട്, അതുപോലെ തന്നെയാണ് നീലക്കൂവയുടെ ഷേപ്പ്. ഈ കൂവയുടെ കൂടെ തന്നെ ഇതുപോലെ തന്നെ 2 തരം കിഴങ്ങുണ്ട്. ഇതിൻ്റെ ഒരു കാ പോലെ ഒരു കിഴങ്ങ് നീണ്ടു കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ പറിച്ചെടുക്കണം. ഏകദേശം ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ പോലെ ഇതുപോലെ തന്നെ ഒരു ചുവടിൽ നിന്നും അതുപോലെ വേര് പോലെ പോയിട്ട് ഒരു കായ ഉണ്ടാവും. ഇതാ ഈ കൂവയുടെ കൂടെ തന്നെ വേരായിട്ടാണ് ഈ കായ കാണുന്നത്. ഇതും കൂടെ ചേർത്താണ് പറിച്ചെടുക്കുന്നത്. ഇവിടെ പൊട്ടിയ ഭാഗം കാണാം. അതാ നീലക്കൂവ ഇതുപോലെ നീല നിറമായിരിക്കും നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. കസ്തൂരി മഞ്ഞളുടെ അതേ സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് അധികം താഴ്ചയിലല്ല, എന്നാൽ ഇവിടെ മണ്ണ് കുറച്ച് ഉറപ്പുള്ളതുകൊണ്ടും ഇത് പൊട്ടാതെയും പറിച്ചെടുക്കാൻ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് പറിക്കാൻ. ഇങ്ങനെയാണ് ഈ കൂവ ഉണ്ടാകുന്നത്. മണ്ണിന് നല്ല ഉറപ്പാണ് ഈ ഭാഗത്ത്, അതുകൊണ്ട് തന്നെ കൂവ പൊട്ടിപ്പോകുന്നുണ്ട്. ഇതുപോലെയുള്ള ചെറിയ കിഴങ്ങുകളും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. വെള്ളക്കൂവയിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് നീലക്കൂവ. ഒരു മഞ്ഞൾ ഇഞ്ചിയുടെ ഷേപ്പാണിത്. മറ്റേത് കറക്റ്റ് ക്യാരറ്റിൻ്റെയും മുള്ളങ്കിയുടെ ഷേപ്പിലോട്ടും അതുപോലെ നീണ്ടിട്ടുമാണ് വെള്ളക്കൂവ ഉള്ളത്. പിന്നെ പന്നിയുടെ ശല്യം ഈ കൂവയ്ക്ക് കുറവായതുകൊണ്ടാണ് തോട്ടത്തിൽ ഇതുപോലെ നട്ടിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞ വർഷം ഉണ്ടായതിൻ്റെ പഴയതൊക്കെ ചീഞ്ഞു പോയതാണിത്. ഇതിൻ്റെ കൂവയുണ്ടായതിൻ്റെ കുറച്ചും കൂടെ വിട്ടിട്ട് ഗ്യാപ്പിൽ മണ്ണിലോട്ട് കുറച്ച് വിട്ടിട്ട് ഒരു ഏകദേശം ഇത്രയും നീളം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇതിൻ്റെ കായ ഉണ്ടാകുന്നത്. അപ്പോൾ കൂവ പറിച്ചെടുക്കുമ്പോൾ കാ പൊട്ടിപ്പോവാതിരിക്കാൻ നല്ലോണം മണ്ണ് ഇളക്കിയിട്ട് വേണം പറിക്കാൻ, അല്ലെങ്കിൽ കാ മുറിഞ്ഞു പോകുന്നുണ്ട് ഇതിന്. ഈ കാ ഇങ്ങനെ വെക്കുന്നതിൻ്റെ പ്രധാന കാരണം വെള്ളക്കൂവയേക്കാളും കട്ട് കൂടുതലാണ് നീലക്കൂവയ്ക്ക്. അത് ഊറി കിട്ടണമെങ്കിൽ, അതായത് നമ്മൾ ഒരു വട്ടം ഊറിയെടുത്താലൊന്നും കൂവ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ കായ കൂടെ അതിൽ അരച്ച് ചേർത്താൽ മാത്രമാണ് കൂടുതലായിട്ടും കൂവ ഊറി കിട്ടുന്നത്. പിന്നെ ഒരു തവണയൊന്നും ഊറ്റിയെടുത്താൽ പോരാ, നല്ലവണ്ണം ഊറണം. എന്താ വെച്ചാൽ ഇതിന് കട്ട് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ആ കട്ട് ഒഴിവായി കിട്ടണമെങ്കിൽ ഒരു 4-5 തവണ ഊറ്റിയെടുത്തതിന് ശേഷം ലാസ്റ്റ് കിട്ടുന്ന ഊറലാണ് നമ്മൾ പൊടിയാക്കി എടുക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം കണ്ടാൽ സാധാ ഇഞ്ചി നമ്മളെ കസ്തൂരി മഞ്ഞളൊക്കെ പോലെ, മറ്റേ ഭാഗം കണ്ടാൽ മഞ്ഞളിൻ്റെ ഞാൻ പറഞ്ഞില്ല തള്ളഭാഗം പോലെയുള്ള കിഴങ്ങാണ്. 2 ടൈപ്പിലുള്ള കിഴങ്ങാണ് ഇതിൽ തന്നെ ഉള്ളത്. പിന്നെ ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ കറക്റ്റ് ഇതാണ് ഇതിനെ നീലക്കൂവ എന്ന് പറയുന്നത്. നമ്മൾ വെള്ളക്കൂവൊക്കെ പൊടിച്ചാൽ വെള്ള നിറമായിരിക്കും. ഇതിന് വൈറ്റ്, സെൻറ്ററിൽ കുറച്ച് വൈറ്റും ബാക്കി മുഴുവൻ നീല നിറമായിരിക്കും. ഈ ടൈപ്പിലുള്ള കിഴങ്ങ് പൊട്ടിച്ചാൽ മാത്രമേ ഇത് നീലക്കൂവയാണ് മനസ്സിലാവുള്ളൂ. സാധാ പോലെ കണ്ടാൽ കറക്റ്റ് നമ്മളെ കസ്തൂരി മഞ്ഞളിൻ്റെ പോലെയാണ്. അതേ സ്മെല്ല് തന്നെയാണ്, മാറിപ്പോകും. നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല കസ്തൂരി മഞ്ഞളും നീലക്കൂവയും. കഴിഞ്ഞ വർഷം ഈ കൂവ കളച്ചെടുത്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ കഴിഞ്ഞ വർഷം ഉണ്ടായതൊക്കെ പയക്കായിട്ട് ഇതുപോലെ ദ്രവിച്ചു പോയിട്ടുണ്ട്. ഈ വർഷം നമുക്ക് കുറച്ച് ഗ്രോ ബാഗിലും ചെയ്ത് നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിത്തിനും പറിച്ചെടുത്ത് വീട്ടിലെ ആവശ്യത്തിനുള്ള പൊടിയും ഉണ്ടാക്കിയെടുക്കണം. വയനാട്ടിൽ കൂടുതൽ ആളുകളും ചെയ്യുന്നത് വെള്ളക്കൂവയാണ്.
നീലക്കൂവ കുറവാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ സ്മെല്ലാണെങ്കിലും ഇത് നമ്മൾ ഊറ്റിയെടുത്തതിൻ്റെ പൊടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ചൊവയും അതുപോലെ സ്മെല്ലും ഒന്നും ഉണ്ടാവില്ല. വെള്ളക്കൂവ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് കഴിക്കാം. അതിനെക്കാളും മെഡിസിനൽ വാല്യൂ കൂടുതലാണ് നീലക്കൂവയ്ക്ക്. വെള്ളക്കൂവയുടെയും നീലക്കൂവയുടെയും ഇലകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ശേഷം ഇതിൻ്റെ ഇല ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ അതുപോലെ മഞ്ഞൾ ചെടിയിലൊക്കെ ഒരു ഇലയുടെ രൂപത്തിലാണുള്ളത്. വെള്ളക്കൂവയുടേത് കുറച്ചുകൂടെ നീണ്ടത് വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസത്തിലാണ് രണ്ട് കൂവയുടെയും ഇലകളുള്ളത്. പിന്നെ ഇതിന് സ്മെല്ലുള്ളത് ഒരു കണക്കിന് നമുക്ക് തോട്ടത്തിലൊക്കെ കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്. മറ്റേത് പന്നി നല്ലോണം കുത്തുന്നുണ്ട്. ഇത് ഈ സ്മെല്ലുള്ളത് കാരണവും മറ്റുമായിട്ട് പന്നി ഇത് തീരെ കിളയ്ക്കാനോ അതുപോലെ തന്നെ കുത്തിയെടുക്കാനായിട്ടൊന്നും വരാറില്ല. മൊത്തമായി അടർത്തിയെടുത്തൊരു നീലക്കുവയാണിത്. ഇതിന് മുകൾ ഭാഗത്ത് കിഴങ്ങും അടിഭാഗത്ത് ഇത്രയും താഴ്ചയിൽ ഏകദേശം 4-5 ഇഞ്ചോളം 4-5 ഇഞ്ചോളം താഴ്ചയിലാണ് ഇതിൻ്റെ ആ കായ്കൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇതിന് അടർത്തി തന്നെ മണ്ണാദ്യം കളഞ്ഞിട്ട് ഓരോന്നോരോ അടർത്തിയെടുക്കണം. ആദ്യ സമയത്തൊക്കെ ഞങ്ങൾ ഇത് അരച്ചതിൻ്റെ നീരെടുക്കുന്ന സമയത്ത് ഊറൽ കിട്ടൽ കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താ മനസ്സിലായിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ കിഴങ്ങ് വേണ്ടാത്തതാണ് ഇത് ഈ ചെറിയ കായ്കളെല്ലാം ഞങ്ങൾ പറിച്ച് കളയാണ് ചെയ്തത്. പിന്നീട് മനസ്സിലായത് ഇത് ഊറി കിട്ടണമെങ്കിൽ ഇതും കൂടെ ഈ കായ്കളും കൂടെ ഇതിൽ അരച്ച് ചേർക്കണമെന്ന്. അങ്ങനെ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഊറൽ കിട്ടി, നല്ല പൊടിയും കിട്ടിയിട്ടുണ്ട്. ആദ്യം കളിച്ചതിൽ നിന്നും രണ്ടാമത്തെ കൂട്ടത്തിൽ നിന്ന് അത്യാവശ്യം വലുപ്പമുള്ള കിഴങ്ങുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഇത്ര വണ്ണമില്ലായിരുന്നു. നല്ല നീല നിറമുണ്ട്. ഈ കിഴങ്ങ് കുറച്ച് പൊട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് വലിയ കിഴങ്ങുകളാണ് കിട്ടിയിട്ടുള്ളത്. വലിയ വളപ്രയോഗമൊന്നും ഇതിനൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നട്ട് 1-2 തവണ ഒന്ന് മണ്ണ് കയറ്റി കൊടുക്കണം. നമ്മൾ ഇഞ്ചിക്കും മഞ്ഞളിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഈ വർഷം എന്തായാലും ഇത് വെള്ളക്കൂവ ചെയ്യുന്ന പോലെ ഗ്രോ ബാഗിലും കുറച്ച് ചെയ്യണം. ഈ കളച്ചെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമായി കിട്ടും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വിത്ത് ഈ വർഷം എടുത്തു വെക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നട്ട പഴയത് കണ്ടില്ല, ഇതുപോലെ പോയിട്ടുണ്ട്. 2 കൂട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ കൂവ പറിച്ചെടുത്തിട്ടുള്ളത്. അപ്പം അടുത്ത വർഷം എന്തായാലും തോട്ടത്തിലായാലും ഇതിലും കുറച്ച് കൂടുതൽ ചെയ്യണം. നമുക്ക് കുറേ ആളുകൾ വിത്തുകൾ ചോദിക്കുന്നുണ്ട്. ആളുകൾക്ക് വിത്തുകൾ കൊടുക്കാനും മറ്റുമായിട്ട് കുറച്ച് കൂടുതൽ ചെയ്യണം. 2 കൂട്ടവും കിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കൂവ 2 ചുവടുന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയാണ് നീലക്കൂവ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞ് വിത്തിനുള്ളത് മാറ്റി അതുപോലെ തന്നെ ഈ കായായി കിട്ടുന്നതും എല്ലാം ഒരുമിച്ച് ചേർത്ത് വെക്കണം. അപ്പം നമുക്ക് ആദ്യം കളത്തിലോട്ട് കൊണ്ടുപോകാം അത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട്. നമ്മളെ വെള്ളക്കൂവയൊന്നും ഇങ്ങനെ ഒരാൾക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയില്ലായിരുന്നു. ഇതത്ര കുറച്ചായതുകൊണ്ടാണ് ഞാൻ തന്നെ എടുത്തു കൊണ്ടുപോകുന്നത്. വെള്ളക്കൂവയേക്കാളും വേരുകൾ കൂടുതലാണ് നീലക്കൂവയ്ക്ക്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വിത്തിനുള്ളത് മാറ്റി ബാക്കിയുള്ളത് മുഴുവൻ പൊടിയാക്കുകയാണ്. വെള്ളക്കൂവ പൊടിയാക്കുന്നത് പോലെയല്ല നീലക്കൂവ പൊടിയാക്കുന്നത്, കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അപ്പോൾ അത് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ്.